ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പുഡിംഗ് ആയിട്ടാണ്. ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പൊ ആ ക്രിസ്മസിനൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എങ്ങനത്തെ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പൊ വീറ്റ് ബ്രെഡും ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ ഞാൻ ഇന്നിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് പക്ഷെ വലിയ മധുരമില്ലാത്ത ബ്രെഡാണ്. നാട്ടിലൊക്കെ കിട്ടുന്ന മോഡേണിന്റെ ഒക്കെ ബ്രെഡിനൊക്കെ നല്ല മധുരം ഉണ്ടല്ലോ, പക്ഷെ ഇത് വലിയ മധുരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പഞ്ചസാര അതനുസരിച്ച് ഞാൻ ചേർക്കുന്നുണ്ട്, പിന്നീട് അത് ഞാൻ പറയാം. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഇതിന്റെ സൈഡുകളെല്ലാം ആ ക്രസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മുറിച്ച് മാറ്റാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് ഈ ബ്രെഡിന്റെ ക്രസ്റ്റ് ആവശ്യമില്ല. അപ്പൊ ഞാൻ അതൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രം നല്ല നീളമൊക്കെയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഇതുപോലെ മുറിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ എടുക്കുന്ന ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഈ പുഡിംഗ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ചെറിയ ഈ ഒരു നടുവേ മുറിച്ചിട്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണിക്കാം. അപ്പൊ അതിനു മുൻപ് നമുക്കൊരു ചെറിയൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ റോസ് സിറപ്പാണ് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇവിടെ റോസ് സിറപ്പിന്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റോസ് സിറപ്പിന് പകരം ഏലക്കയുടെ പൊടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വനില സെൻസ് ഇഷ്ടമുള്ളവർക്ക് വനില സെൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പം റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇതിന് പകരം റോസ് എസൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കാണുന്ന ഒരു പാത്രമാണ് പുഡിംഗ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഈ പാലിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മുക്കി, ഒത്തിരി നേരം ഒന്നും മുക്കണ്ട, ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ പാത്രത്തിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രത്തിന് നീളമുള്ള പാത്രമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് മുറിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എനിക്ക് കണ്ടോ സൈഡുകളിലൊക്കെ നമുക്ക് ഇച്ചിരി സ്ഥലമൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മൾ മുറിച്ച ബ്രെഡ് തന്നെ വീണ്ടും മുറിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ പറ്റുന്ന പോലെ പാത്രത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അല്പം നട്ട്സ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ പുഡിങ്ങിനിടയ്ക്ക് ഈ ഒരു നട്ട്സ് കടിക്കാൻ കിട്ടുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പൊ ഞാൻ കുറച്ച് നട്ട്സ് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതുപോലെ കശുവണ്ടി തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിന് പകരം അല്പം കപ്പലണ്ടിയൊക്കെ ആണെങ്കിലും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്രീം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ക്രീമിന് പകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ലിറ്റർ പാല്, ഇവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കാനും അതുപോലെ പുഡിംഗ് ഉണ്ടാക്കാനും ഐസ്ക്രീം ഉണ്ടാക്കാനും ഒക്കെ ഫുൾ ഫാറ്റ് മിൽക്കാണ് മേടിക്കുക കേട്ടോ. അപ്പൊ അത് ഒന്ന് പ്രത്യേകം നോക്കുക. അപ്പൊ പാലൊക്കെ 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ബ്രെഡിന് മധുരം കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് പഞ്ചസാര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തത്. പിന്നെ ചേർക്കുന്നത് വനില എസൻസ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിന് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നേ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ എന്തായാലും ബ്രെഡിനകത്ത് അത്യാവശ്യം ഒരു മധുരത്തിലൊക്കെ നമ്മളൊരു സിറപ്പിൽ മുക്കിയിട്ടാണല്ലോ എടുത്തത്. അപ്പൊ ആ ഒരു മധുരമുണ്ട്. പിന്നെ പഞ്ചസാരക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലൊക്കെ ചേർക്കാട്ടോ. ഞാനൊരു അളവൊന്നും പറയുന്നില്ല. ഇനി ആ പാൽ അവിടെ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് കോൺഫ്ലവറിന്റെ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചൂടായിട്ടുള്ള പാലിൽ നിന്ന് ഒരു 2 തവി ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ച് ഈ ഒരു കോൺഫ്ലവർ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് അലിയിച്ചെടുക്കണം. അലിയിച്ച് കഴിയുമ്പോൾ ഇത് നല്ലൊരു പാലും വെള്ളം പോലെ ഇരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പൊ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം ഞാനൊരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ലൈക്കും ഫോളോ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ പറ്റുന്ന പോലെ ഒന്ന് കണ്ടുപോയി നോക്കുക കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാന്നുള്ളതാണ്. പക്ഷെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോവിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു മുട്ട എടുക്കുക. ആ മുട്ട എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടകൾ കിടക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ചൂടായിട്ടുള്ള പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു തവി പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും നമ്മുടെ ആ ഒരു കോൺഫ്ലവറും പാലിൻ്റെ ഒക്കെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴും ഞാൻ പറയാണ്, ഇപ്പൊ ഒക്കെ ഫ്ലെയിം ലോവിലോട്ടാണ്. നിങ്ങൾ ഒരിക്കലും അത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ പോലും ഇടരുത്. അന്നേരം അത് ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. പിന്നെ നമുക്ക് ആ ഒരു ക്രീമിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഇതാ മുട്ടയും കൂടെ ചേർത്തു. ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊണ്ടേയിരിക്കണം. കോൺഫ്ലവർ ഇനി ഇപ്പൊ പെട്ടെന്ന് അങ്ങ് കുറുകി വരാൻ തുടങ്ങും. അപ്പൊ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നമ്മൾ ക്രീമിന്റെ ഒക്കെ ആ ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ബട്ടറൊക്കെ ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഉപ്പുള്ള ബട്ടർ ചേർക്കരുത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഈ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ പാത്രത്തിന്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പാട അത് നന്നായി വടിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതെന്നൊക്കെ പറയുന്നത് എന്താ പറയുക, കൊഴുപ്പാണ്. അതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ കട്ടിയാവും. അപ്പം ഞാനത് കാണിക്കാം. അപ്പം അതെന്തായാലും ചൂടാറട്ടെ. അപ്പൊ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഒരു പാട പോലെയൊക്കെ മേലെ കെട്ടി ഇങ്ങനെ കാണാം. അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് ഓവർ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പാടയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിന്റെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഈ ഒരു ക്രീമിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ഇനി ഈ ഒരു പുഡിങ്, ഈ ഒരു ക്രീം സെറ്റ് ആയിട്ടുള്ള ക്രീം ഇട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിന്റെ മേലൊന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലെയർ ആയിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ ബ്രെഡ് 1 ലെയറേ വെച്ചിട്ടുള്ളൂ. നിങ്ങളുടെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് അത് 1, 2, 3 ലെയറൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് ഒത്തിരിക്ക് ഒരു പാർട്ടിയൊക്കെ വരുവാണെങ്കിൽ അത് നമുക്ക് ചെയ്തെന്ന കൊള്ളാം. അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലത്തെ ഒക്കെ ചെയ്താൽ മതിയാവും, ഒരു വീട്ടിലൊക്കെ കഴിക്കാൻ പാകത്തിന്. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ക്രീമൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മേലെ കൊക്കോ പൗഡറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം കൊക്കോ പൗഡറൊക്കെ ചേർക്കാം. ഞാനിവിടെ കൊക്കോ പൗഡർ ചേർക്കുന്നില്ല. അതിന് പകരം അല്പം കശുവണ്ടി ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ പിസ്ത ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത് കുറേ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ചോക്ലേറ്റിന്റെ ഈ പുഡിംഗ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഓർത്തു വന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു നോർമൽ പുഡിംഗ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഇനി നട്ട്സ് ഒക്കെ ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലതാണ്. ഇനി ഇതിന് പകരം നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം ബിസ്ക്കറ്റ്, വീട്ടിലുള്ള ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കോ അല്ലെങ്കിൽ കയ്യിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് മേലെ ഇടുവാണെന്നുണ്ടെങ്കിലും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് ഇനി ഫ്രിഡ്ജിനകത്ത് നമുക്കൊരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായിട്ട് തന്നെ 2 മണിക്കൂറിനകത്തൊക്കെ സെറ്റായിട്ട് വരും. എന്തായാലും നമുക്ക് അപ്പം നോക്കാം. അപ്പൊ ഇതാ അവിടെ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുമെന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ മേൽഭാഗത്ത് നോക്കിയിട്ടാണ് വെക്കാറ്. എനിക്ക് അപ്പോൾ ഓരോ ഫ്രിഡ്ജിന് അനുസരിച്ച് അത് മാറ്റമൊക്കെ വരാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മേൽഭാഗത്ത് വെക്കുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടാറുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. അപ്പൊ ഞാനിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി പുഡിംഗ് റെഡിയാണ്. ഒരു ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ക്രിസ്മസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകക്കെ എങ്ങനെയാന്നുള്ളത് കാണണ്ടേ? ഞാനിപ്പോ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ ക്രീമൊക്കെ ചേർക്കുന്നത് പോലെ തന്നെയാണ് ഇത്. ഇപ്പൊ ക്രീമൊന്നും മേടിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പെർഫെക്ഷനോട് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.